എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഈ യുഫോറിയയുടെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി the most respected and powerful, vibrant leader of Lions Club, Mr. Suresh sir, welcome to inaugurate this program. Welcome. Thank you so much. സത്യത്തിൽ എഡിസൺ ഇങ്ങനൊരു പ്രോഗ്രാമിന് വിളിക്കുന്ന സമയത്ത് നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നതിന് സമ്മതം മൂളി. പിന്നീടാണ് അത്യാവശ്യം ഓട്ടപ്പാച്ചിലിനിടയിൽ ശബ്ദവും ആരോഗ്യമൊക്കെ ഒന്ന് മോശമായത്. ശബ്ദം മോശമായി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, പണ്ടും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ശബ്ദം. അതൊന്നുകൂടി മോശമായി എന്നേ ഉള്ളൂ. പിന്നെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഈ പരിശീലകർക്കൊരു സ്വഭാവമുണ്ട്, എന്ത് കിട്ടിയാലും പോക്കറ്റിലിടുക എന്നുള്ളത്. അങ്ങനെ ഇട്ട് പോയതാ, അറിയാതെ ഇട്ട് പോയതാ. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് എഡിസൺ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അതിൻ്റെ ഉദ്ഘാടകനാകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് അദ്ദേഹത്തിൻ്റെ മിഷൻ അത് വലിയൊരു സംഭവമാണ്. അതിന് ഉദ്ഘാടകനായി വന്ന് അത് ഉദ്ദേശിച്ച മാതിരി ഏതെങ്കിലും രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം എൻ്റെ തലയിലാകും എന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ് നമ്മൾ ഉൾക്കൊള്ളാൻ പോകുന്നത്, ആ സ്റ്റൈലിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നടക്കുമോ? ഞാൻ പറഞ്ഞു വരുന്നത്, പോസിറ്റീവായ കാര്യങ്ങളെ കാണാൻ കഴിവുള്ള വ്യക്തികളുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം വെട്ടിപ്പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് എഡിസൺ ഫ്രാൻസും ഞാനും കഴിഞ്ഞ വർഷം സഞ്ചരിച്ചതിൻ്റെ കൂടെ ഉണ്ടായ എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണുക, പോസിറ്റീവായി മാത്രം കാണാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് മറ്റേ ഇവിടെ സൂചിപ്പിച്ചത് 1000 പ്രാസംഗികന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ പരിശീലകർക്ക് ഉദ്ഘാടകനാവാനുള്ള ചാൻസ് ലഭിക്കുന്നത് കുറവാണ്. സാധാരണ ട്രെയിനേഴ്സിന് ഉദ്ഘാടകനാകാൻ പറ്റില്ല, ട്രെയിനിങ് മാത്രമാണ്. അപ്പോൾ ഉദ്ഘാടകനാകാൻ ഒരു ചാൻസ് കിട്ടി. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയൊരു ത്രെട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, 1000 ആളുകളെ പ്രാസംഗികനാക്കി മാറ്റുമ്പോൾ അതും വലിയൊരു ത്രെട്ട് എന്നെ പോലത്തെ ആൾക്കാർക്ക്. കാരണം ഇവരൊക്കെ പാടെ വന്നാലത്തെ അവസ്ഥ എന്താ? അതുമാത്രമല്ല, അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചാൽ ജയിലിലിടുന്ന, ഇതൊക്കെ നാട്ടിൽ നടപ്പിലായ വലിയ പ്രശ്നമാണ്. അപ്പം അതിനു മുന്നേ ഞാൻ റിട്ടയർ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദ ഡേഞ്ചറസ് 3C, 3C എന്ന് പറയുന്നത്, ദ ഡേഞ്ചറസ് 3C എന്ന് പറയുന്നത് ക്രിട്ടിസൈസ്, കണ്ടമിങ്, കംപ്ലൈൻറ്റ് എന്നാണ്. സി വെച്ച് തുടങ്ങുന്ന 3 വാചകങ്ങളല്ല വാക്കുകൾ. ക്രിട്ടിസൈസ്, കണ്ടമിങ്, കംപ്ലൈൻറ്റ്. ഈ 3 വാക്കുകൾ ക്രിട്ടിസൈസ് ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ കംപ്ലൈൻറ്റ് പറയാത്ത ഈ 3 കാര്യങ്ങൾ, അത് വിഷയമാകട്ടെ, വ്യക്തികളാകട്ടെ, സമ്മേളനങ്ങളാകട്ടെ, ഈ 3നെയും ക്രിട്ടിസൈസ് ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ, കംപ്ലൈൻറ്റ് പറയാതെ നടക്കുന്ന ഏക വ്യക്തി എൻ്റെ 64 കൊല്ലത്തെ ചരിത്രത്തിൽ ഞാൻ പരിചയപ്പെട്ടത് എഡിസൺ ഫ്രാൻസ് എന്ന് പറഞ്ഞൊരൊറ്റ വ്യക്തിയെയാണ്. അദ്ദേഹത്തിന് സി എന്ന് പറഞ്ഞാൽ കാണുക എന്ന് മാത്രമേ ഉള്ളൂ. അതാ SE ആണ്, EC അല്ല. കാണുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇന്ന് ലോകം അതിവേഗതയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ ഷ്രിങ്കിങ്. ബട്ട് ആർ വി എക്സ്പാൻഡിങ് ടു മീറ്റ് ദ ഗ്ലോബൽ ചാലഞ്ചസ്? ലോകത്തുണ്ടാകുന്ന ചാലഞ്ചുകളെ ഏറ്റെടുക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? വലിയൊരു സംഭവമാണ്.
കാരണം വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പോൾ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവം പറയാം. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ മൊബൈലിലൊക്കെ വാട്സപ്പുകൾ തുടങ്ങിയ സമയത്ത് രാത്രി പാട്ട് എന്ന് പറഞ്ഞ് രാത്രി ഒരു പാട്ടിടും ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ. ആ ഒരു നല്ലൊരു പാട്ട് വരും. ഇപ്പോൾ മഹാനായ ജയചന്ദ്രൻ സാറ് ഇന്നലെയായിരുന്നു മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെയൊക്കെ പഴയ പാട്ടുകൾ വരും ഗ്രൂപ്പിൽ. ഇട്ട ഉടനെ അവിടുന്ന് നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നു. ഇതാണ്, ഇങ്ങനെ വേണം മരുമക്കളായാൽ എന്നൊക്കെ പറഞ്ഞ അമ്മാവനെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇത് വലിയ അപകടമാണ്. കാരണം ഇതേപോലെ ആളുകൾ ചോദിച്ചാൽ ഇത് വലിയ പ്രശ്നമാണ്. ഇതെങ്ങനെയാണിത് സംഘടിപ്പിക്കുന്നതെന്ന് അച്ഛന് പഠിപ്പിച്ചുകൊണ്ടാണ്. അന്ന് വൈകുന്നേരം രാത്രി മോളതൊക്കെ പഠിപ്പിച്ചു തന്നു. പിറ്റേ ദിവസം ഒരു 10 മണിയാകുമ്പോൾ രാവിലെ എൻ്റെ ഒരു ചോദ്യമാണ് ആ ഗ്രൂപ്പിൽ, ഇന്ന് നിങ്ങൾക്ക് ഏത് പാട്ട് വേണം? അപ്പോൾ തലേ ദിവസം ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുവരെ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് ഏത് പാട്ട് വേണം? അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, ഇന്നും നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ന്യൂ ഇയറിനൊരു മെസ്സേജ് വരാൻ തുടങ്ങി. ഫെബ്രുവരിയിലെ 4 ദിവസത്തെക്കുറിച്ച്. 4 തിങ്കളാഴ്ച, 4 ചൊവ്വാഴ്ച, 4 ബുധനാഴ്ച, 4 വ്യാഴാഴ്ച, 800 ചില്ലാൻ കൊല്ലം കഴിഞ്ഞാൽ അത്ര ഇതുണ്ടാവുള്ളൂ. സംഗതി എല്ലാ ഫെബ്രുവരിയിലും ലീപ്പ് ഇയറിൽ ഈ സാധനം വരുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, മിക്കവാറും നമ്മളെല്ലാവരും ഫോർവേഡർമാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇൻസ്റ്റഡ് ഓഫ് ഫോർവേഡിങ്, ആർ വി ബിക്കം ക്രിയേറ്റേഴ്സ്? ഒരു ക്രിയേറ്ററായി മാറുക എന്നുള്ളതാണ്, ഒരു ക്രിയേറ്ററായി എങ്ങനെ മാറാം എന്നുള്ളതാണ് എഡിസൺ ഫ്രാൻസിൻ്റെ ഇത്തരം സെമിനാറുകളിലൂടെ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ നാം പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ലോകത്തിൻ്റെ ശാസ്ത്രലോകം പറഞ്ഞിരുന്നൊരു സത്യമുണ്ട്. മനുഷ്യൻ്റെ ശരീരഘടന വെച്ച്, ഫിസിയോളജി വെച്ച് 1 മൈൽ ദൂരം 4 മിനിറ്റിൽ കൂടുതൽ സമയത്തിൽ താഴെ നിന്നുകൊണ്ട് ഓടാൻ പറ്റില്ല എന്നാണ് ശാസ്ത്രം പറയാറില്ല. ശാസ്ത്രം പറഞ്ഞതാ, മെഡിക്കൽ സയൻസ് പറഞ്ഞതാ. 1 മൈൽ ഓടണമെങ്കിൽ 4 മിനിറ്റിൽ കൂടുതൽ സമയം വേണമെന്ന്. വർഷങ്ങളോളം ശാസ്ത്രലോകം പറഞ്ഞിരുന്ന 1 മൈൽ ഓടാൻ 4 മിനിറ്റ് 4 മിനിറ്റിൽ കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു ധാരണയെ ഒരാൾ ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നീട് അങ്ങോട്ട് 1980ഓളം ആളുകൾ അത് നിരന്തരമായി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് സത്യം. നാം ധരിച്ചു വച്ചിരിക്കുന്ന, ഞങ്ങളതിന് പറയുന്നൊരു സംഭവമുണ്ട്, പെർസെപ്ഷൻ, ധാരണ. ഈ ധാരണകളാണ് നമ്മെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ വർഷങ്ങൾക്ക് മുന്നേ പഠിച്ച് പാസ്സായ ഒരു വ്യക്തി, 40 കൊല്ലങ്ങൾക്ക് മുന്നേ അവിടുന്ന് പാസ്സായ വ്യക്തി ആ കോളേജിൽ കയറി ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിൽ പോവുക. ഹോസ്റ്റല് അദ്ദേഹത്തിൻ്റെ മുറി 18 എന്ന് പറഞ്ഞ മുറിയുടെ മുന്നിൽ ചെന്ന് അദ്ദേഹം മുട്ടിയപ്പോൾ മുറി ഒരു വാതിൽ തുറന്നൊരു പയ്യനോട് പറഞ്ഞു, മോനെ, അങ്കിള് 44 കൊല്ലം മുന്നേ താമസിച്ച മുറിയാണിത്. ഈ മുറി അങ്കിളിൻ്റെ ഉള്ളിൽ ഒരു നോൾസ്റ്റാജിയ പോലെ കിടക്കുന്നുണ്ട്. 10 മിനിറ്റ് ഈ മുറിയിൽ കയറി ഇരുന്നോട്ടെ. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, അങ്കിൾ വന്നോളൂ, അങ്കിൾ ഇരുന്നോളൂ. അങ്ങനെ ആ മുറിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ മുറിയിൽ വന്നു. ആ മുറിയിൽ കയറി കഴിഞ്ഞ് അദ്ദേഹം ആ കട്ടിലിൽ ഇരുന്നതിന് ശേഷം ജനവാതി നോക്കിയിട്ട് പറഞ്ഞു, വിൻഡോ നോക്കിയിട്ട് പറഞ്ഞു, ദ സെയിം ഓൾഡ് വിൻഡോ. അതേ ജനവാതിൽ, യാതൊരു മാറ്റവുമില്ല. അദ്ദേഹം ജനവാതിലിൻ്റെ അടുത്ത് ചെന്ന് ജനവാതിൽ തുറന്നിട്ടു. ജനവാതിൽ തുറന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന ആ എന്താ പറയുക, പുല്ലൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ഗാർഡൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാധന. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഈ പുല്ലുകളൊന്നും ഇപ്പോഴും വൃത്തിയാക്കിയിട്ടില്ലല്ലേ, ദ സെയിം ഓൾഡ് ഗാർഡൻ. അങ്ങനെ അദ്ദേഹം കോട്ട് നോക്കി, ദ സെയിം ഓൾഡ് കോട്ട്. അദ്ദേഹം ബാത്റൂമിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, 44 വർഷമായി ക്ലോസറ്റിന് പോലും യാതൊരു മാറ്റവുമില്ല, ദ സെയിം ഓൾഡ് ക്ലോസറ്റ്, ദ സെയിം ഓൾഡ് വാഷ് ബേസിൻ. അങ്ങനെ അദ്ദേഹം പുറത്ത് വന്ന് ആ ചെയറിൽ ഇരിക്കുമ്പോഴാണ്
കട്ടിലിൻ്റെ അടിയിൽ ഒരു അനക്കം. അദ്ദേഹം നോക്കിയപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അങ്കിളെ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ കസിനാണ്, കസിൻ്റെ റിങ് വീണുപോയി, അത് കട്ടിലിൻ്റെ അടിയിൽ പോയി, അത് തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ദ സെയിം ഓൾഡ് സ്റ്റോറി. വർഷങ്ങൾക്ക് മുന്നേ നടന്ന അതേ സമയം. ആൻഡ് റിമെമ്പർ വൺ തിങ്, the trainers are, most of the trainers are saying the same old story, and their training program is the same old training program. We should change it, and I believe Euphoria can help for that. യൂഫോറിയയ്ക്ക് ആ ഒരു കൺസെപ്റ്റിൽ നിന്നും മാറാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം. ഒരു ഷിപ്പിൽ യാത്ര പുറപ്പെടാൻ തുടങ്ങുക. അപ്പോൾ ആ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ ക്യാപ്റ്റൻ ചെന്ന് മാഡത്തിനോട് ചോദിച്ചു, മാഡം, ഷാൽ വി സ്റ്റാർട്ട് ദ ജേണി? യെസ്, യു ക്യാൻ പ്രൊസീഡ്. ക്യാപ്റ്റൻ സിഗ്നൽ മാസ്റ്റർക്ക് നിർദ്ദേശം കൊടുത്തു. സിഗ്നൽ മാസ്റ്റർ നാവിഗേറ്റർക്ക് നിർദ്ദേശം കൊടുത്തു. ഷിപ്പ് യാത്ര പുറപ്പെട്ടു. ഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിപ്പിനെതിരെ ഒരു ലൈറ്റ്, സെയിം ഡയറക്ഷനിൽ ഓപ്പോസിറ്റിൽ നിന്നും ഒരു ലൈറ്റ്. നാവിഗേറ്റർ സിഗ്നൽ മാസ്റ്ററോട് പറഞ്ഞു, സിഗ്നൽ മാസ്റ്റർ ക്യാപ്റ്റനോട് പറഞ്ഞു, ബോട്ടാണോ ഷിപ്പാണോ എന്നറിയില്ല, നമുക്കെതിരെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർക്ക് നിർദ്ദേശം കൊടുക്കൂ. എന്ത് നിർദ്ദേശം സാർ കൊടുക്കേണ്ടത്? ചേഞ്ച് യുവർ ഡയറക്ഷൻ. വേഗം അന്ന് മോഴ്സ് കോഡിലൂടെ ആ നിർദ്ദേശം കൊടുത്തു, ചേഞ്ച് യുവർ ഡയറക്ഷൻ. ഇമ്മീഡിയറ്റ്ലി അവിടുന്ന് മറുപടി വന്നു, ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഡയറക്ഷൻ. ഇവർക്ക് ദേഷ്യം വന്നു. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, കടലിലെ നിയമം, ആര് ആദ്യം മെസ്സേജ് അയക്കുന്നുവോ അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മെസ്സേജോട് കൂടി ചേഞ്ച് യുവർ ഡയറക്ഷൻ എന്ന നിർദ്ദേശം കൊടുക്കൂ. ഇതേ നിർദ്ദേശം കൊടുത്തു. കടലിലെ നിയമം, ആരാദ്യം മെസ്സേജ് അയക്കുന്നുവോ അവരെ അനുസരിക്കുക എന്നുള്ളതാണ് ചേഞ്ച് യുവർ ഡയറക്ഷൻ. അവിടുന്ന് ഉടനടി മറുപടി വന്നു, ഇഫ് യു വാണ്ട് യു ചേഞ്ച് യുവർ ഡയറക്ഷൻ. ആകെ ദേഷ്യായി. അപ്പോൾ പറഞ്ഞു, ഇനി മാർഗമൊന്നുമില്ല, ഇനി ഓർഡർ ഇടാം. അങ്ങനെ അദ്ദേഹം ഓർഡർ ഇടുക. ദ പാസഞ്ചേഴ്സ് ഓഫ് ദ ഷിപ്പ്, ഈ ഷിപ്പിലെ യാത്രക്കാർ എലിസബത്ത് രാജ്ഞിയും ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയുമാണ്. ഇത് ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഓർഡറാണ്, ചേഞ്ച് യുവർ ഡയറക്ഷൻ. ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഓർഡറാണ്. 2 മിനിറ്റ് നേരം മറുപടിയൊന്നുമില്ല. അപ്പോൾ അവർ വിചാരിച്ചു, ഓക്കെ, ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഓർഡറല്ലേ, അത് കേട്ടിട്ടുണ്ടാവും. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള മറുപടിയാണ്, സോറി, ഇത് ഗ്രഹാം ബെൽ എന്ന് പറയുന്ന ലൈറ്റ് ഹൗസിൻ്റെ കാവൽക്കാരനാണ്, ഇതൊരു ലൈറ്റ് ഹൗസാണ്, എനിക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, യു ഷുഡ് ചേഞ്ച് യുവർ ഡയറക്ഷൻ. ദ ഷിപ്പ് ഈസ് ഗോയിങ് ടുവേഴ്സ് ദാറ്റ് ലൈറ്റ് ഹൗസ്. ഫ്രണ്ട്സ്, ഇഫ് യുവർ ഡയറക്ഷൻ ഈസ് നോട്ട് up to your expectation, change your direction. Euphoria for help for that. പതിനേഴാമത്തെ വയസ്സിൽ ആണ് ജർമ്മൻ ടെന്നീസ് കളിക്കാരനായ ബോറിസ് ബെക്കർ വിംബിൾട്ടൺ കളിക്കുന്നത്. 17.7 ആ സമയത്തൊക്കെയാണ്. ഈ ബോറിസ് ബെക്കറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബൂം ബൂം ബെക്കർ എന്നാണ് പറയാം. ബൂം ബൂം ബെക്കർ. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സർവീസുകൾ ഭൂം ഭൂം എന്ന് പറഞ്ഞു വരും, ആർക്കും അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ബോറിസ് ബെക്കറിൻ്റെ സർവീസ്. അങ്ങനെ ആൻഡ്രസ് അഗാസിയും ബോറിസ് ബെക്കറും തമ്മിലുള്ള കളിയിൽ ഈ ആൻഡ്രസ് അഗാസിയുടെ പ്രത്യേകത, ഏത് സർവീസുകളും തിരിച്ചടിക്കുന്ന ഒരു കളിക്കാരനാണ് ആൻഡ്രസ് അഗാസി. ബോറിസ് ബെക്കർ ആണെങ്കിലോ സർവീസുകളുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ പറയാം.
ഇവരുടെ കളി തീപ്പാറുന്ന കളിയാണ്. അങ്ങനെ ആദ്യത്തെ കളിയിൽ 3 കളി കളിച്ചതിൽ 3ലും ബോറിസ് ബെക്കർ ജയിച്ചു. 3 മാസം ആന്ദ്രസ് അഗാസി കളി നിർത്തി. അദ്ദേഹത്തിന് പിന്നെ കളിക്കളത്തിൽ കണ്ടിട്ടില്ല. 3 മാസം കഴിഞ്ഞ് അദ്ദേഹം ബോറിസ് ബെക്കറുമായിട്ട് കളിച്ചിട്ട് 8 കളി കളിച്ചതിൽ 7 ആന്ദ്രസ് അഗാസി ജയിക്കുക. ബോറിസ് ബെക്കറുടെ എല്ലാ സർവീസുകളും ആന്ദ്രസ് അഗാസി തിരിച്ചടിക്കും. എയ്സ് എന്ന് പറയുന്ന തിരിച്ചടിക്കും. അങ്ങനെ 2 പേരും പിരിഞ്ഞു. 2 പേരും റിട്ടയർ ചെയ്തു. മറ്റൊരു വിംബിൾഡൺ മത്സരം നടക്കുമ്പോൾ ഗാലറിയിൽ ഇവർ 2 പേരും ഗസ്റ്റായിട്ട് വന്നിരിക്കുമ്പോൾ ബെക്കർ അഗാസിയോട് ചോദിച്ചു, അഗാസി, വർഷങ്ങളായി എൻ്റെ ഉള്ളിലുള്ള ഒരു സംശയമാണ്. എൻ്റെ സർവീസുകളൊന്നും തിരിച്ചെടുക്കാതെ ഞാൻ കുറേ ശ്രദ്ധിച്ചു. 3 മാസം നീ എവിടെയോ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. എന്നിട്ടാണ് നീ എൻ്റെ സർവീസുകൾ തിരിച്ചെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അഗാസി പറഞ്ഞു, ഈ 3 മാസം ഞാൻ ഒരു കോച്ചിങ്ങിനും പോയില്ല. ഞാൻ അങ്ങയുടെ കളികളുടെ വീഡിയോ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടിട്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. അപ്പോൾ എവിടെ നിന്നാണ് ഹൗ ക്യാൻ യു റീഡ് മൈ മൈൻഡ്? ഇതായിരുന്നു ചോദ്യം. ഹൗ ക്യാൻ യു റീഡ് മൈ മൈൻഡ്? ഞാൻ ഏത് കോർട്ട്, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ സെൻറ്ററിലേക്കാണോ എൻ്റെ സർവീസ് ചെയ്യുന്നത് എന്ന് എങ്ങനെ എൻ്റെ മനസ്സ് നീ വായിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ അങ്ങയുടെ മനസ്സ് വായിച്ചിട്ടില്ല, ഞാൻ അങ്ങയുടെ കളി കാണുകയായിരുന്നു. അങ്ങയുടെ കളിയുടെ സർവീസ് തുടങ്ങുമ്പോൾ ബോൾ അങ്ങ് നിലത്ത് ബൗൺസ് ചെയ്ത് ജമ്പ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഏത് കോർട്ടിലാണോ പന്ത് പിച്ച് ചെയ്യേണ്ടത് അവിടേക്ക് ലെഫ്റ്റ് കോർട്ടിലാണ് പന്ത് പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങയുടെ നാവ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. റൈറ്റ് സൈഡിലാണ് പിച്ച് ചെയ്യണതെങ്കിൽ അങ്ങയുടെ നാവ് റൈറ്റ് സൈഡിലേക്ക് പോകും. സെൻട്രലിലേക്കാണ് ബോളെങ്കിൽ അങ്ങയുടെ നാവ് സെൻട്രൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഐ ആം നോട്ട് റീഡിങ് യുവർ മൈൻഡ്, ഐ ആം റീഡിങ് യുവർ ടങ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഒരു പരിശീലകന് വേണ്ട ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു സംഭവം. കൂടുതലായി നീട്ടിപ്പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1976 ഞാൻ ഈ ഇൻസിഡൻസ് പറയുന്നത് എന്തുകൊണ്ടറിയോ? ഈ കണ്ട ട്രെയിനർമാരൊക്കെ പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞ കയ്യിൽ നിന്ന് പാളിപ്പോവും. ഇവരൊക്കെ എന്താ ഇവർ പറഞ്ഞിരിക്കണമെന്ന് അറിയില്ല. അപ്പം ചില ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ഇവർ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് വേറെ ആൾ പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലേ, പ്രവീണൊക്കെ വലിയ ഇതിന് ഉസ്താദാണ്. കാരണം വെച്ചാൽ ഞാനൊക്കെ ഇപ്പോഴും സൂമിൽ ഈ സാധനം ഇടാറില്ല, മൂപ്പരൊക്കെ അത് ഇട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഈ 1976 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ലൈവ് ടെലികാസ്റ്റ് കളർ ഫോർമാറ്റിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. കളർ ഫോർമാറ്റിലാണ് വേൾഡ് കപ്പ് 1976 പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിരുന്നു ഒരു ഷൂ, അഡിഡാസ് എന്ന് പറയുന്നത്. 2 സഹോദരന്മാർ ആയിരുന്നു നടത്തിയിരുന്നത്. മൂത്ത സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ അനിയനെ ചവിട്ടി പുറത്താക്കി, അഡിഡാസിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അവൻ പോരണ പോക്കിലൊരു വെല്ലുവിളി ഉണ്ട്, നമ്മളൊക്കെ ചെയ്യില്ല, കാണിച്ചു തരാം ഞാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവൻ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ഞാൻ പുതിയ ഷൂസ് ഇറക്കും. വെല്ലുവിളിച്ച് പോന്നു, പക്ഷെ ഒരു മാർഗവും കാണാനില്ല. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കളർ ഫോർമാറ്റിൽ വേൾഡ് കപ്പ് ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ പെലെയാണ്. അന്ന് ബ്രസീലും ഉറുഗ്വേയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മാച്ചാണ്. വിസിലടിച്ചപ്പോൾ ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ പെലെ റഫറിയോട്, അമ്പയറോട് പറയാണ്, സർ 1 സെക്കൻഡ്. അദ്ദേഹം താഴെ ഇരുന്ന് ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞു പോയി. 2 ഷൂവിൻ്റെ ലേസും അഴിഞ്ഞു പോയി. ആലോചിച്ച് നോക്കണം കേട്ടോ, ഒരു ഷൂവിൻ്റെ ലേസ് അഴിയാം, 2 ഷൂവിൻ്റെ ലേസും അഴിഞ്ഞു പോയ ഷൂവിൻ്റെ ലേസ് കിട്ടുക. അപ്പോൾ എല്ലാ ക്യാമറകളും, ലൈവ് ടെലികാസ്റ്റായ എല്ലാ ക്യാമറകളും അദ്ദേഹം ഷൂവിൻ്റെ ലേസ് കെട്ടുന്നിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ആ ഷൂവിൻ്റെ മീതെ ചാടുന്ന ഒരു പുലിയുടെ ചിഹ്നമുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു ബ്രാൻഡിൻ്റെ പേരുണ്ടായിരുന്നു. ഏതാണത്?
പ്യൂമ എന്ന് പറയുന്നൊരു ബ്രാൻഡ്. $120,000 കൊണ്ട് കൊടുത്ത് അനിയൻ പെലയോട് പറഞ്ഞു, ഇത് ചിത്രീകരിച്ച് വരണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഡോളർ കൊടുക്കണം ഒരു അഡ്വർടൈസ്മെൻറ്റിന്. പക്ഷെ എൻ്റെ അടുത്ത് അതില്ല. അങ്ങൊരു കാര്യം ചെയ്യണം, ഞാൻ ഏട്ടനുമായി വെല്ലുവിളിച്ച് ഇറങ്ങിയിരിക്കുകയാണ്, എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, ഒരു സെക്കൻഡ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പെലയോട് പറഞ്ഞ് പെല ഷൂവിൻ്റെ ലേസ് കെട്ടുന്ന ചിത്രമാണ് ലോക ടി വികളിലെല്ലാം ഇത് ആളുകൾ കാണുന്നത് എന്നുള്ളതാണ്. അവിടുന്നാണ് പ്യൂമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇറങ്ങിത്തിരിക്കുന്നത്. സീ ദ ഓപ്പർച്യൂണിറ്റികൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് യു ക്യാൻ റിയലി ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇഫ് യു ആർ വാക്കിംഗ് ദ അതേഴ്സ് ട്രാക്ക്, you can never leave your own footprints. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നതിന് വേണ്ടി ഒരു പരിശീലന കളരിയായി യൂഫോറിയ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.